ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു തമിഴ് സ്റ്റൈൽ ബിരിയാണിയാണ്. തമിഴ്നാട്ടിലെ അമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫേമസ് ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടത്. അതായത് അമ്പൂർ സ്റ്റാർ മട്ടൻ ബിരിയാണി. അപ്പോൾ ഇന്ന് ഞാൻ മട്ടൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ചിക്കൻ വെച്ചിട്ടും ചെയ്യാം. ചിക്കൻ എടുക്കുമ്പോൾ നാടൻ ചിക്കനിലാണ് ഇത് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കി തുടങ്ങാം. ഒരു ബിരിയാണി പോട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഈ ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 3 വിധം സ്പൈസസ് ആണ് ഇതിൽ മെയിനായിട്ട് ചേർക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 10-15 ഏലക്കായ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 20 ഗ്രാമ്പു, പിന്നെ വേണ്ടത് വലിയൊരു കഷ്ണം പട്ട ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊട്ടി വരുമല്ലോ. ആ സമയത്ത് നമുക്കൊരു 4 വലിയ സവാള കനം കുറച്ച് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് ചേർക്കുമല്ലോ. അപ്പോൾ ഉപ്പും കൂടെ പാകത്തിന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കുക. അപ്പോൾ മൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സവാള വഴണ്ട് കിട്ടും. ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെക്കുക കേട്ടോ. ഈ സവാള ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട ഇഞ്ചി, വെളുത്തുള്ളി, മുളകൊന്ന് ചതച്ചെടുക്കണം. ചതച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കുക, അതാണ് ഉദ്ദേശിക്കണേ. അപ്പം ഇതിൽ മെയിനായിട്ട് വേണ്ടത് ഒരു 10-15 വെളുത്തുള്ളി വേണം, വലുത്. അത്രയും അളവ് തന്നെ ഇഞ്ചി എടുക്കാം. പിന്നെ വേണ്ടത് മെയിനായിട്ട് വറ്റൽ മുളകാണ് കേട്ടോ. നമ്മളിതിൽ ഉപയോഗിക്കുന്നത് പച്ചമുളകല്ല. അപ്പോൾ ഒരു 2 മണിക്കൂർ മുമ്പ് കുതിർത്തെടുത്ത ഒരു 10 വറ്റൽ മുളകും കൂടെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ, നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട്. അപ്പോൾ അത് കണ്ടോ, ഇതുപോലെയാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. ഒരിത്തിരി തരിതരിപ്പോട് കൂടെ അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ടുള്ളൊരു പേസ്റ്റല്ല വേണ്ടത്, ഈ ഒരു രീതിയിലാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത ആ ഒരു കൂട്ട് നമ്മൾ വഴറ്റാനിട്ട ആ ഒരു സവാള ഉണ്ടല്ലോ, അത് ഏകദേശമൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് ഒന്നും കൂടെ വഴറ്റി കൊടുക്കണം കേട്ടോ. ആ ഒരു ഇഞ്ചി, വെളുത്തുള്ളി, മുളകിൻ്റെ ഒക്കെ ആ ഒരു പച്ചച്ചവയൊക്കെ ഒന്ന് മാറി കിട്ടണ വരെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം ഒരു 5 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതും കൂടെ ആകുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. അപ്പോൾ ഞാൻ 3 വലിയ തക്കാളിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണേ. അപ്പോൾ അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു 2-3 മിനിറ്റ് ഇളക്കിക്കൊണ്ടിരിക്കണം. ആ ഒരു തക്കാളി നല്ലൊരു സോഫ്റ്റായിട്ട് നന്നായിട്ട് വേവായിട്ട് നല്ല സോഫ്റ്റായി വരുന്നവരെ മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മല്ലിയിലയാണ്. അപ്പം മല്ലിയില ഞാനിവിടെ 1 കപ്പോളം ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പുതിനൻ്റെ ഇല. പുതിനൻ്റെ ഇലയും ഏകദേശം ഒരു 1/2 കപ്പോളാണ് പുതിനൻ്റെ ഇലയും ചേർത്തത്. അപ്പോൾ രണ്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കും. ഉപ്പുണ്ടോ നോക്കിയിട്ട് ഈ ഒരു സമയത്ത് ഉപ്പും കൂടെ ചേർക്കാം. നമ്മൾ ആദ്യം വളരെ കുറച്ച് ഉപ്പല്ലേ ചേർത്തുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് തൈരാണ്, അല്ലെങ്കിൽ കുറച്ച് കട്ടില്ല മോരായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ തൈര്, നല്ല പുളിയുള്ള തൈരാണെങ്കിൽ നമുക്കിതിലേക്കൊരു 3/4 കപ്പോളം തൈര് ചേർത്ത് കൊടുക്കാം. ഇനി പുളി അധികം ഇല്ലെങ്കിൽ ഏകദേശം ഒരു കപ്പോളം തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ലെമൺ ജ്യൂസാണ്. അപ്പോൾ ഞാനിവിടെ ഒരു നാരങ്ങയുടെ, ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു നാരങ്ങയുടെ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ പുളിയൊക്കെ നന്നായിട്ടില്ലേന്ന് രുചിച്ച് നോക്കുക. അതുപോലെ തന്നെ ഉപ്പൊക്കെ പാകത്തിനില്ലേ നോക്കുക. ഈ ഒരു സമയത്ത് എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഇനി മട്ടനാണ്. അപ്പോൾ ഞാനിവിടെ മട്ടൻ ഉപയോഗിക്കണു. ഈ മട്ടന് പകരമായിട്ട് നമുക്ക് ചിക്കനിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ചിക്കനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാടൻ ചിക്കൻ വെച്ചിട്ടാണ് ഇത് സാധാരണ ഈ ഒരു ബിരിയാണി ചെയ്യാറുള്ളത്. അപ്പോൾ ഞാനിവിടെ 1 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ബിരിയാണിയിലേക്ക് മട്ടൻ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇളയ മട്ടനിലാണ് കേട്ടോ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുക. കാരണം നമ്മളിത് കുക്കറിലല്ല വേവിക്കണത്, ഈ ബിരിയാണി പോട്ടിലിട്ടിട്ട് തന്നെയാണ് സ്ലോ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു മട്ടന്. അപ്പോൾ ഏകദേശം ഒരു 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂറൊക്കെ നമുക്ക് ഈ മട്ടന് വേവാൻ വേണ്ടിയിട്ട് പിടിക്കും. അപ്പം ഇളയ മട്ടൻ തന്നെ ഉപയോഗിക്കുക കേട്ടോ. മൂത്ത മട്ടനാണെങ്കിൽ പെട്ടെന്ന് വേവൂല, അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ. കുക്കറിൽ തന്നെ ഇടേണ്ടി വരും, എന്നാലേ അത് വേവായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് അവിടെ വേവായി വരട്ടെ. അപ്പോഴേക്കും ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ചോറ് തിളപ്പിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഏലക്കായ, ഗ്രാമ്പു, പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് ഇതിൻ്റെ ഒരു അരിക്കുള്ള പ്രത്യേകത, സാധാരണ നമ്മൾ നോർത്ത് ഇന്ത്യൻ ബിരിയാണി അല്ലെങ്കിൽ
തമിഴ്നാട് ബിരിയാണിയൊക്കെ ബസ്മതി റൈസിലാണ് കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലേ. പക്ഷേ ഈ ഒരു അമ്പൂർ ബിരിയാണിയിൽ നമ്മുടെ കയമ അരിയിലാണ് കേട്ടോ ചെയ്യണത്. അതാണ് ഈ ഒരു ബിരിയാണിയുടെ പ്രത്യേകത. അപ്പോൾ കയമ റൈസ് ഞാനിവിടെ 3 കപ്പാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞെടുത്തതാണ്. അതിന് നമുക്ക് ഈ തിളച്ചുകൊണ്ടിരിക്കണ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു 3/4 ഭാഗത്തോളം വേവിച്ചെടുക്കണം. അപ്പോൾ അത് കണ്ടോ, ഇതിപ്പോൾ വേവായി വന്നിട്ടുണ്ട്. 3/4 ഭാഗത്തോളം വേവിച്ചെടുത്താൽ മതി കേട്ടോ. ബാക്കി നമ്മൾ ആ ഒരു മട്ടൻ്റെ ഗ്രേവിയിൽ കിടന്നിട്ടാണ് ഇത് വേവായിട്ട് വരിക. നമ്മുടെ മട്ടനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കട്ടിയായിട്ട് നല്ല കട്ടിയുള്ള ഗ്രേവിയൊക്കെ ആയിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ആ സമയത്ത് തന്നെ ഊറ്റി ഒരിത്തിരി വെള്ളത്തോടുക്കനെ തന്നെ ഈ ഒരു മട്ടൻ്റെ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മളിതിൽ വേറെ ബിരിയാണി മസാല ഒന്നും ചേർക്കണില്ല കേട്ടോ. നമ്മൾ മുഴുവനായിട്ടില്ല ബിരിയാണി സ്പൈസസ് എന്ന് പറയുന്നത് ചേർത്തത് നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്ക ഈ ഒരു 3 സാധനം നമ്മളിതിൽ ചേർക്കണുള്ളൂ. ഒന്നും പൊടിച്ചിട്ടൊന്നും ചേർക്കണില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു മട്ടൻ്റെ ഫ്ലേവറാണ് ഇതിലേക്ക് മുന്നിട്ട് നിൽക്കുക. അപ്പോൾ നമ്മുടെ അരിയൊക്കെ ഇതുപോലെ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു ഗ്രേവിയും മട്ടനും നമ്മൾ വേവിച്ച ആ ചോറും എല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് ഏകദേശം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ വേവിച്ചെടുക്കുക. അപ്പോൾ കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടില്ലേ നമ്മുടെ അമ്പൂർ സ്റ്റാർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മട്ടന് കഴിക്കാത്തവരാണെങ്കിൽ ചിക്കനിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇനി വീണ്ടും പുതിയ റെസിപ്പീസുമായി കാണാം. അതുവരെ താങ്ക് യു.